നിധിയുടെ സുധീഷിന്റെ നാളത്തെ നല്ലൊരു കഥയായിട്ടാലോ. അതിനു മുമ്പ് ഒരു കാര്യം പറഞ്ഞോട്ടെ, വീഡിയോ ഇഷ്ടപ്പെടുവാണെങ്കിൽ ഒന്ന് ഹൈപ്പ് ചെയ്യാൻ മറക്കരുത് കേട്ടോ. അങ്ങനെ നമ്മൾ കാണുന്ന ഒടുവിൽ നിധി ഇന്റർവ്യൂ അറ്റൻഡ് ചെയ്യാനൊക്കെ പോകുന്നുണ്ട്. ഈ സമയത്ത് സുധീഷ് സുഭാഷുമാണ് കൂടെ പോകുന്നത്. പിന്നെ അവിടെ ചെന്ന് കഴിഞ്ഞപ്പോഴത്തേനും സുഭാഷ് തിരികെ പോരുന്നുണ്ട്. നിധി പറഞ്ഞു, ഇനിയിപ്പം ഇന്റർവ്യൂ അറ്റൻഡ് ചെയ്ത് ഞാനൊരു ഓട്ടോറിക്ഷ വിളിച്ച് വീട്ടിലേക്ക് പോന്നോളാന്ന് പറഞ്ഞു. സുധീഷിനോട് പോയിക്കോളാൻ പറഞ്ഞു. പക്ഷേ സുധീഷ് ആണെങ്കിലോ പോരാനായിട്ട് കൂട്ടാക്കിയില്ല. സുധീഷ് അവിടെ തന്നെ നിൽക്കുകയാണ്. ഒടുവിൽ നിധി പറഞ്ഞു, ഞാൻ പറഞ്ഞല്ലോ കഴിഞ്ഞ പ്രാവശ്യത്തെപ്പോലെ എനിക്ക് വേണ്ടി വെയിറ്റ് ചെയ്ത് നിൽക്കേണ്ട കാര്യമില്ല, സുധീഷ് പോയിക്കോളാനൊക്കെ പറഞ്ഞു. ആ സമയത്ത് സുഭാഷ് സാരമില്ല, മോള് പോയി ഇന്റർവ്യൂ അറ്റൻഡ് ചെയ്തിട്ട് വാ എന്നൊക്കെ പറഞ്ഞ് നിധി അകത്തേക്ക് കയറ്റി വിടുവാണ്. ഈ സമയത്ത് സുധീഷ് സുഭാഷിനോട് പറഞ്ഞു, സുഭാഷേട്ടൻ പോയിക്കോ, ഞാനിവിടെ നിന്നോളാന്ന് പറഞ്ഞു. അപ്പോഴേക്ക് സുഭാഷ് പറഞ്ഞു, അല്ല അവൾ നിൽക്കേണ്ടെന്നല്ലേ പറഞ്ഞേ, അവൾ അങ്ങനെയൊക്കെ പറയും, അതൊന്നും നമ്മൾ കാര്യമാക്കേണ്ടതില്ല. ഒരു കാര്യം ചെയ്യാം, ഞാൻ സുഭാഷേട്ടനെ കൊണ്ടുവന്ന് വീട്ടിൽ വിട്ടിട്ട് ഇവിടെ നിന്നോളാന്ന് പറഞ്ഞു. എടാ അത് വേണ്ട, ഞാനൊരു ഓട്ടോറിക്ഷ വിളിച്ച് പോയിക്കോളാന്ന് പറഞ്ഞു. അത് ശരിയാകത്തില്ല സുഭാഷ് ചേട്ടാ, ഞാനിവിടെ വെറുതെ ഇരിക്കുമല്ലേ, അവളുടെ ഇന്റർവ്യൂ കഴിയാനായിട്ട് 1-2 മണിക്കൂറെങ്കിലും താമസം പിടിക്കുമെന്നൊക്കെ പറഞ്ഞു. അങ്ങനെ ഒടുവിൽ സുഭാഷിനെ വീട്ടിൽ കൊണ്ടുപോയിട്ടാണ് സുധീഷ് അവിടേക്ക് വരുന്നത്. അങ്ങനെ കുറേ സമയം കഴിഞ്ഞപ്പോഴത്തേനും ഇന്റർവ്യൂ എല്ലാം കഴിഞ്ഞു കഴിഞ്ഞപ്പോഴത്തേനും നിധിക്ക് ആകെപ്പാടെ ഒരു ടെൻഷനാ. ഇനിയിപ്പോൾ എങ്ങനെയാവും എന്താവും അറിയത്തില്ല. കുറച്ച് പേരുണ്ടായിരുന്നു സെക്കൻഡ് റൗണ്ടിൽ. അങ്ങനെ ഇത്തിരി സമയം കഴിഞ്ഞു കഴിഞ്ഞപ്പോഴത്തേനും അവിടെ ഉണ്ടായിരുന്ന ഒരു സ്റ്റാഫ് വിളിക്കുവാണ്. സ്റ്റാഫ് നിധിയെയും വിളിച്ചു, പിന്നെ വേറൊരാളും കൂടി ഉണ്ടായിരുന്നു. 2 പേരെ വിളിക്കുകയാണ്. 2 പേരെ വിളിച്ചിട്ട് പറഞ്ഞു, അതെ നിങ്ങൾ സെലക്ട് ആയിട്ടുണ്ട്, ഇനിയിപ്പം HR റൗണ്ടും കൂടെ ഉണ്ടോ, ആ നാളെ 10 മണിക്കാണ്, ആ റൗണ്ട് വന്ന് അറ്റൻഡ് ചെയ്യണമെന്ന് പറഞ്ഞു. അത് കേട്ടപ്പോൾ നിധിക്കൊരു ടെൻഷൻ, ഇനിയിപ്പം അതും പ്രശ്നമാകുമോ. അപ്പോഴേക്കും കൂടെയുള്ള ആ കൂട്ടുകാരൻ പറഞ്ഞു, അത് പേടിക്കണ്ട, അത് സാലറിയെ കുറിച്ചൊക്കെ സംസാരിക്കാനും അതോടൊപ്പം തന്നെ റൂൾസ് ആൻഡ് റെഗുലേഷൻസിനെ കുറിച്ചൊക്കെ പറയാനാന്ന് പറഞ്ഞു. അപ്പം നിധിക്ക് സമാധാനമായി. ഇനിയിപ്പോൾ ഇന്റർവ്യൂ അറ്റൻഡ് ചെയ്തെല്ലാം സെറ്റായി, ഏകദേശം കിട്ടിയ മട്ടിലാണ്. ഇനിയിപ്പം അടുത്ത ദിവസം വന്ന് ജോയിൻ ചെയ്യുന്നതിനെ കുറിച്ചൊക്കെ സംസാരിക്കാനായിരിക്കും. നാളെ 10 മണിക്ക് വരാൻ പറഞ്ഞേ. അങ്ങനെ നിധി സന്തോഷത്തോടുകൂടി പുറത്തേക്ക് ഇറങ്ങി വന്നു. സുധീഷിനെ നോക്കുവാണ്. സുധീഷ് അവിടെ മാറി കാർ ഇട്ടുകൊണ്ടിരിക്കുന്നുണ്ടായിരുന്നു. സുധീഷ് നോക്കി, തന്നോട് ഇവിടെ നിൽക്കണ്ടെന്നൊക്കെ പറഞ്ഞു, എന്നിട്ടിപ്പോൾ അവൾ പുറത്തിറങ്ങിയിട്ട് തന്നെ നോക്കുന്ന കണ്ടോ എന്നൊക്കെ ഒരു ചിന്തയായിരുന്നു. അങ്ങനെ ഒടുവിൽ സുധീഷിനെ കാണാതെ ഒന്നിഞ്ഞപ്പോഴത്തേനും നിധി ഫോൺ വിളിക്കുകയാണ്. സുധീഷ് ഇത് എവിടെയാന്ന് ചോദിച്ചിട്ടുണ്ട്. അപ്പോഴേക്ക് സുധീഷ് അങ്ങോട്ടേക്ക് വന്നു. എന്നോട് പോയിക്കോളാൻ പറഞ്ഞിട്ട് ഞാൻ കണ്ടു, ഇന്റർവ്യൂ ഇറങ്ങി കഴിഞ്ഞപ്പോഴത്തേനും എന്നെ നോക്കുന്നേ. അപ്പത്തേനും നിധി പറഞ്ഞു, അതെ അത് പിന്നെ സുധീഷ് ഇവിടെ കാണുമല്ലോ എന്ന് അറിയാൻ വേണ്ടി ഞാൻ നോക്കിയതാന്ന് പറഞ്ഞു. പിന്നെ എന്തിനാ എന്നെ ഫോൺ വിളിച്ചേ? അല്ല അതിവിടെ ഉണ്ടോന്ന് അറിയാൻ വേണ്ടിയിട്ട്. സുധീഷ് പറഞ്ഞു, എനിക്ക് മനസ്സിലായെന്നൊക്കെ പറഞ്ഞു. എന്നിട്ട് ചോദിച്ചു, അല്ല ഇന്റർവ്യൂ എങ്ങനെ ഉണ്ടായിരുന്നു, സെറ്റായോന്ന് ചോദിച്ചു. അപ്പോഴേക്കും നിധി പറഞ്ഞു, എനിക്ക് നല്ല ടെൻഷനായിരുന്നു. കാരണം എനിക്ക് മുമ്പ് പോയ ആൾക്കാരൊക്കെ പറഞ്ഞ് ഭയങ്കര ടഫായിട്ടുള്ള ഇന്റർവ്യൂ ആണ്. അപ്പോൾ എനിക്കൊരു പേടിയായിരുന്നു. കാരണം അവരൊക്കെ വലിയ വലിയ സ്കൂളിലൊക്കെ പഠിച്ചിട്ട് വന്നതാ. അപ്പോൾ എനിക്കാണെങ്കിലോ വല്ലാത്തൊരു ബുദ്ധിമുട്ട്. ഞാൻ സാധാരണ ഒരു സ്കൂളിൽ പഠിച്ചിട്ട് വന്നതല്ലേ, അപ്പോൾ അതിൻ്റെതായ ബുദ്ധിമുട്ടും കാര്യങ്ങളൊക്കെ എനിക്ക് ഉണ്ടാവുന്നൊരു പേടിയുണ്ടായിരുന്നു. രണ്ടും കൽപ്പിച്ചാൽ ഞാൻ കയറിപ്പോയത്. പക്ഷെ അത്ര വലിയ കുഴപ്പം എനിക്കില്ലായിരുന്നു. അതുകൊണ്ട് ഞാൻ സെലക്ട് ആയെന്ന് പറഞ്ഞു. സെലക്ട് ആയോ? അതെ, ഇനിയിപ്പം നാളെ ഒരു HR റൗണ്ട് ഉണ്ട് രാവിലെ 10 മണിക്ക്, അതുകൂടെ വന്ന് അറ്റൻഡ് ചെയ്താൽ മതി എന്ന് പറഞ്ഞു. അപ്പോൾ ഇനി കിട്ടത്തില്ലെന്ന് ചോദിച്ചു. അതെ കിട്ടിയ പോലെ ഏകദേശം, ഇനിയിപ്പോൾ പേടിക്കേണ്ട കാര്യമൊന്നും ഇല്ലാന്ന് പറഞ്ഞു. സെലക്ട് ആയതാന്ന് പറഞ്ഞു. ഭയങ്കര സന്തോഷമായി സുധീഷിന്. സുധീഷ് പറഞ്ഞു, അല്ലെങ്കിലും എനിക്കറിയായിരുന്നു എൻ്റെ ഭാര്യ ഇന്റർവ്യൂ അറ്റൻഡ് ചെയ്യാൻ പോയി ജയിക്കുന്നു. ഭാര്യ അല്ല, അത് പിന്നെ ഞാൻ പെട്ടെന്ന് അങ്ങോട്ട് പറഞ്ഞ കൺഗ്രാസ് എന്ന് പറഞ്ഞുകൊണ്ട് കൺഗ്രാസ് കൊടുത്തിട്ട് ഹഗ് ചെയ്യാനായിട്ട് അങ്ങോട്ട് വന്നു. അപ്പോഴേക്കും നിധി പെട്ടെന്ന് അങ്ങോട്ട് മാറി. സുധീഷ് പറഞ്ഞു, അതെന്താ നിധി എന്താ പെട്ടെന്ന് മാറിയത്? ഞാൻ ഹഗ് ചെയ്യാമെന്ന് ഇഷ്ടപ്പെട്ടില്ല എന്ന് ചോദിച്ചു. അല്ല അത് പിന്നെ നിധി വലിയ കോളേജിലൊക്കെ പഠിച്ചല്ലേ, എന്നിട്ടാണോ ഇങ്ങനെ? ഈ പ്രേമിക്കുന്നവരൊക്കെ തമ്മിൽ മാത്രമല്ല ഹഗ് ചെയ്യുന്നേ, അല്ലാത്തവര് ഫ്രണ്ട്സ് തമ്മിൽ ഹഗ് ചെയ്യും. ഒരു നല്ല സന്തോഷം വരുന്നൊരു കാര്യം വരുമ്പം, അല്ലെങ്കിൽ ചിലപ്പം എന്തൊരു സങ്കടം വരുമ്പോൾ ചേർത്ത് പിടിച്ച് ആശ്വസിപ്പിക്കും. ഈ കോളേജിലെ കണ്ടിട്ടില്ലേ പിള്ളേർ പരസ്പരം ഹഗ് ചെയ്യുന്നേ, അതിനിപ്പം ആണ് പെണ്ണ് വ്യത്യാസമൊന്നും ഇല്ലാന്ന് പറഞ്ഞു. അത് കേട്ടപ്പോൾ നിധി പറഞ്ഞു, അതെ ഞാൻ എങ്ങനെ കോളേജിലൊക്കെ പഠിപ്പ് ഹഗ് ചെയ്തിട്ടില്ല എന്ന് പറഞ്ഞു. അത് കേട്ട് കഴിഞ്ഞപ്പം സുധീഷ് പറഞ്ഞു, അല്ല അപ്പം എന്നെ ഒരു ഫ്രണ്ടായിട്ട് പോലും നിധിക്ക് കാണാൻ പറ്റിയിട്ടില്ലേ, ഇത്രയൊക്കെ ഞാൻ കൂടെ വന്ന് ഇത്രയൊക്കെ ഹെൽപ്പ് ചെയ്തിട്ടെന്ന് ചോദിച്ചു. അപ്പോഴേക്കും നിധി പറഞ്ഞു, ശരി ഫ്രണ്ട്ഷിപ്പ് ആണെങ്കിൽ കുഴപ്പമില്ല, ഹഗ് ചെയ്തോളാൻ പറഞ്ഞു. അങ്ങനെ നിധിയെ ചേർത്ത് പിടിച്ച് സുധീഷ് ഹഗ് ചെയ്യാണ്. സുധീഷിനൊന്ന് തുള്ളിച്ചാടണമെന്ന് തോന്നി. അത്രയ്ക്ക് സന്തോഷമാണ്. ആദ്യമായിട്ടാണ് നിധിയെ ഒന്ന് കെട്ടിപ്പിടിക്കുന്നത്, ഒന്ന് ഹഗ് ചെയ്യുന്നതൊക്കെ. പിന്നീട് നിധിയോട് പോയി കാറിലേക്ക് കയറാൻ പറഞ്ഞു. സുധീഷ് സന്തോഷത്തോടുകൂടി പോയി വണ്ടി എടുക്കുകയാണ്. ആ സമയത്ത് സുനന്ദി എന്ത് ചെയ്തു, സുഭാഷിന്റെ വീട്ടിലേക്ക് പോരാനായിട്ട് ഇറങ്ങുവാണ്. കാരണം സുഭാഷിന്റെ വീട്ടിൽ പോയി യാത്ര പറയണം. സുഭാഷ് എന്നോട് യാത്ര പറയാതെ തനിക്ക് പോകാൻ പറ്റില്ല. പക്ഷെങ്കിൽ തനിക്ക് തൻ്റെ ഫ്രണ്ട്സിനോടൊക്കെ യാത്ര പറയണമെന്ന് പറഞ്ഞു കഴിഞ്ഞപ്പോൾ തന്നെ ലളിതയ്ക്കൊക്കെ അപകടം എടുത്തു. ലളിത പറഞ്ഞു, നീ ഒരിടത്തേക്കും പോകണ്ട എന്നൊക്കെ പറഞ്ഞു. തനയൻ പറഞ്ഞു, കല്യാണം കഴിഞ്ഞ പെൺകുട്ടികൾ അങ്ങനെ തന്നെ പോകുന്നത് ശരിയൊന്നും അല്ല എന്ന് പറഞ്ഞു. അശ്വിൻ പറഞ്ഞു, അതെ ഇത്രയും നാളും
കളിച്ചു വളർന്ന സ്ഥലമൊക്കെ അല്ലേ ഇത്. പിന്നെ ജനിച്ചു വളർന്ന വീടും പിന്നെ ആൾക്കാരും ഒക്കെ അല്ലേ ഇവിടെയൊക്കെ ഉള്ളത്. അപ്പോൾ ഒരു കാര്യം ചെയ്യാം, യാത്ര പറയേണ്ടവരൊക്കെ പോയി പറഞ്ഞിട്ട് വരട്ടെ. അതിനിപ്പോൾ എന്താ അച്ഛാ, അവൾ പോയി പറഞ്ഞിട്ട് വരട്ടെ എന്ന് പറഞ്ഞു. അല്ല മോനെ, എന്നാലും അവൾ പോയിട്ട് വരട്ടെ. എനിക്കങ്ങനെ ഒന്നും ഇല്ലാത്ത ആളാണ് ഞാനെന്ന് പറഞ്ഞു. അവൾക്ക് അവളുടേതായ സ്വാതന്ത്ര്യം ഇല്ലെന്നൊക്കെ ചോദിച്ചു. അത് കേട്ടുകഴിഞ്ഞപ്പോൾ തനേനെ എന്ത് ചെയ്യണമെന്ന് അറിയത്തില്ല, എന്ത് പറയണമെന്ന് അറിയത്തില്ല. അവൾ പോകുന്നത് സുഭാഷിനെ കാണാനെന്നുള്ള കാര്യം അവർക്ക് ഉറപ്പായി. അങ്ങനെ സുനന്ദ പുറത്തേക്ക് ഇറങ്ങി കഴിഞ്ഞപ്പോൾ തനയൻ കണ്ണും കൊണ്ട് കാണിക്കുകയാണ് പിന്നാലെ ചെല്ലാൻ വേണ്ടിയിട്ട്. അപ്പോഴേക്കും ലളിത പിന്നാലെ ചെന്നു. എന്നിട്ട് ചോദിച്ചു, നീ ഇത് എങ്ങോട്ടാണ് ഈ പോകുന്നതെന്ന് ചോദിച്ചാൽ കയ്യിലേക്ക് അങ്ങോട്ട് പിടിച്ചു. സുനിത പറഞ്ഞു, സുഭാഷേൻ്റെ അടുത്തേക്ക്. നീ എന്തിനടി അങ്ങോട്ടേക്ക് പോന്നേ? നിന്റെ കല്യാണം കഴിഞ്ഞ കഴുത്തിൽ താലിയുണ്ട്, എന്നിട്ടാണ്ട് നീ കല്യാണം കഴിഞ്ഞിട്ടും അവൻ്റെ പിന്നാലെ പോണേന്ന് ചോദിച്ചു. അത് കേട്ടപ്പം സുനിത അങ്ങ് തിരിഞ്ഞിട്ട് ആ കയ്യിലെ പിടി അങ്ങോട്ട് വിടുവിച്ചു. ദേ, അമ്മയെപ്പോലെ വൃത്തിയായിട്ട് സ്വഭാവമൊന്നും എനിക്കില്ലാന്ന് പറഞ്ഞു. ദേഷ്യം വന്നിട്ട് പറഞ്ഞാണ്, അമ്മ എന്താ എന്നെക്കുറിച്ച് വിചാരിച്ചുകൊണ്ടിരിക്കണേ? പിന്നെ ഇനിയിപ്പം ഞാനങ്ങോട്ട് ചെന്നാൽ പോലും ഒരു കാരണവശാലും സുഭാഷേൻ്റെ ഭാഗത്തുനിന്ന് മോശമായിട്ടുള്ള പ്രതികരണം ഉണ്ടാകത്തില്ല. അമ്മയ്ക്കറിയാലോ, അച്ഛനും അമ്മയും കാലേ കയ്യെ വീണിട്ടാണ് സുഭാഷേൺ എന്നെ അവിടുന്ന് പറഞ്ഞു വിട്ടത്. സുഭാഷേണൊന്നും മനസ്സ് വെക്കുമായിരുന്നെങ്കിൽ എൻ്റെ കഴുത്തിൽ താലി അറുത്തായിരുന്നു. പക്ഷേ സുഭാഷേട്ടൻ ഡീസൻ്റ് ആയിട്ടൊരാളായതുകൊണ്ട് അങ്ങനെയൊന്നും ചെയ്തില്ല. എൻ്റെ കഴുത്തിലൊരു താലിയുണ്ടെന്നുള്ള കാര്യം അമ്മയെക്കാളും കൂടുതലായിട്ട് എനിക്ക് നന്നായിട്ടറിയാം. എന്നെക്കാളും കൂടുതലായിട്ട് സുഭാഷേണ്ണും അറിയാം. അതുകൊണ്ട് മോശമായിട്ടുള്ള ഒരു പെരുമാറ്റം സുഭാഷേൻ്റെ ഭാഗത്തുനിന്ന് ഉണ്ടാകത്തില്ല. ആ കാര്യത്തിൽ അമ്മ പേടിക്കണ്ട. അമ്മയുടെ കാര്യം നോക്ക്. പിന്നെ എൻ്റെ ഭർത്താവ് പറഞ്ഞിട്ടാണ് ഞാൻ പോകുന്നത്. കല്യാണത്തിന് മുമ്പ് അച്ഛനും അമ്മയൊക്കെ പറഞ്ഞ് ഞാൻ അനുസരിച്ചു. ഇനി ഞാൻ എൻ്റെ ഭർത്താവ് പറയുന്നത് അനുസരിക്കത്തുള്ളൂ. അതും പറഞ്ഞ് സുനന്ദ അങ്ങോട്ട് പോയി കഴിഞ്ഞപ്പോൾ തടിയേറ്റല്ലേ പോയി. ലളിത ഇത്രയ്ക്കൊന്നും പ്രതീക്ഷിച്ചിട്ടുണ്ടായിരുന്നില്ല. അങ്ങനെ വീട്ടിലേക്ക് ചെല്ലുക. ഈ സമയത്ത് സുഭാഷ് എന്ത് ചെയ്തു? അപ്പോൾ ഉച്ചയ്ക്ക് ആവാറായിട്ടുണ്ടായിരുന്നു. അപ്പോൾ സൈറ്റിലേക്ക് പോകണം. സൈറ്റിലേക്ക് പോകാമെന്നൊക്കെ ഓർത്തുകൊണ്ട് അടുക്കളയിലേക്ക് എന്നിട്ട് ഫുഡൊക്കെ എടുത്ത് വെക്കുകയാണ്. അപ്പോഴേക്ക് സുനന്ദയെക്കുറിച്ചുള്ള ഓർമ്മ വന്നു. സുനന്ദയ്ക്ക് ഇഷ്ടപ്പെട്ട കറികളും കാര്യങ്ങളൊക്കെയാണ്. അവളുണ്ടായിരുന്നെങ്കിൽ ഓടി വരും സുഭാഷ് ഏട്ടാന്ന് വിളിച്ചുകൊണ്ട്. എനിക്ക് ഭയങ്കര ഇഷ്ടമായി കറി എന്നൊക്കെ പറഞ്ഞുകൊണ്ട് കുറച്ച് വാരി കഴിക്കും. എന്നിട്ട് ഒരു പ്ലേറ്റിനകത്ത് കുറച്ച് കൊണ്ടുപോവുകയും ചെയ്യും. അതൊക്കെ ഓർത്ത് കഴിഞ്ഞപ്പോൾ സുഭാഷിൻ്റെ കണ്ണ് നിറഞ്ഞു വന്നു. അപ്പോഴാണ് സുഭാഷ് ഏട്ടാന്നൊരു വിളിവെച്ച് കേൾക്കണേ. തനിക്ക് തോന്നിയതാണെന്ന് ഓർത്തുകൊണ്ട് സുഭാഷ് മൈൻഡ് ചെയ്തില്ല. പിന്നെയും വിളിവെച്ച് കേട്ടു. നോക്കിക്കഴിഞ്ഞപ്പോൾ സുനിത വന്ന് നിൽക്കുന്നു. നീ എന്താ സുനിത ഇവിടെ? പെട്ടെന്ന് സുഭാഷിന് ടെൻഷനായി. നിന്റെ പിന്നാലെ ആരെങ്കിലും ഉണ്ടോ? നീ ആരോട് ചോദിച്ചിട്ട് എങ്ങോട്ടേക്ക് വന്നേ? നിന്റെ അമ്മ അച്ഛനൊക്കെ അറിഞ്ഞ പ്രശ്നമാവല്ലേ? നീ പോകാൻ നോക്കാൻ പറഞ്ഞു. അല്ലെങ്കിൽ നിന്റെ കല്യാണം കഴിഞ്ഞാലേ നിന്റെ ഭർത്താവ് അറിഞ്ഞിട്ടുണ്ടെങ്കിൽ. അപ്പോഴേക്ക് സുനിത അകത്തേക്കായിട്ട് പറഞ്ഞു, പേടിക്കേണ്ട സുഭാഷ് ഏട്ടാ, ഞാൻ എൻ്റെ ഭർത്താവ് പറഞ്ഞിട്ടാണ് ഇങ്ങോട്ടേക്ക് വന്നേ. അശ്വിനോട് ചോദിച്ചിട്ടാണ് വന്നേന്ന് പറഞ്ഞു. പിന്നെ അമ്മയൊന്നും എൻ്റെ പിന്നാലെയൊന്നുമില്ല. അതോർത്ത് പേടിക്കണ്ടെന്ന് പറഞ്ഞു. അല്ല മോളെ, നീ എന്തിനാ ഇപ്പം ഇങ്ങോട്ടേക്ക് വന്നേന്ന് ചോദിച്ചു. അതെ, ഞാൻ നാളെ പോകും. അപ്പോൾ സുഭാഷ് എന്നോടൊന്ന് യാത്ര പറഞ്ഞിട്ട് പോകാമെന്ന് കരുതി വന്നതാ. ഇനിയിപ്പോൾ എന്നാ കാണുന്നേ? നേരത്തെയൊക്കെ ആണെങ്കിൽ എനിക്ക് കാണണമെന്ന് തോന്നുമ്പോൾ ഓടി ഇങ്ങോട്ടേക്ക് വരാമല്ലോ. ഈ അടുക്കളപ്പുറത്ത് വന്നിട്ട് സുഭാഷ് ഏട്ടാന്ന് വിളിക്കാം. പക്ഷെ ഇനി അത് നടക്കില്ലല്ലോ. ഇനി എനിക്ക് കാണാനൊന്നും പറ്റില്ലോ. വല്ലപ്പോഴും എങ്ങാനും വരുന്ന സമയത്ത് ഒന്ന് വന്ന് കാണാനല്ലേ പറ്റുള്ളൂ. എന്ത് ചെയ്യാനെന്നൊക്കെ പറഞ്ഞു. അത് കേട്ടപ്പോൾ സുഭാഷ് പറഞ്ഞു, പേടിക്കണ്ട, നിനക്ക് നല്ലൊരു ബന്ധമല്ലേ കിട്ടിയിരിക്കുന്നത്. അതുകൊണ്ട് നീ ധൈര്യമായിട്ടിരിക്കാനൊക്കെ പറഞ്ഞു. സുഭാഷ് ഏട്ടൻ ഇതൊക്കെ പറയാം, എൻ്റെ വേദന എനിക്ക് അറിയുള്ളൂ എന്ന് പറഞ്ഞു. സുഭാഷ് ഏട്ടാ, ഇനി എന്നെക്കുറിച്ച് ഓർത്ത് സുഭാഷ് ഏട്ടൻ കാലം കഴിക്കരുത്. സുഭാഷ് ഏട്ടൻ നല്ലൊരു കല്യാണം കഴിക്കണം, നല്ല സുഖമായിട്ട് ജീവിക്കണം എന്നൊക്കെ പറഞ്ഞു. സുഭാഷ് പറഞ്ഞു, അതൊക്കെ നമുക്ക് നോക്കാം. നിനക്ക് നല്ല ജീവിതം കിട്ടിയാൽ മതി. എനിക്ക് അതറിഞ്ഞ് കഴിയുമ്പോഴാണ് ഒരു സന്തോഷമുള്ളതെന്നൊക്കെ പറഞ്ഞു. അത് കേട്ട് കഴിഞ്ഞപ്പോൾ സുനന്ദ പറഞ്ഞു, എൻ്റെ ജീവിതമൊക്കെ തീർന്ന എത്രയാണെന്ന് പറഞ്ഞാലും എൻ്റെ മനസ്സിൽ സുഭാഷ് ഏട്ടൻ തന്നെയായിരിക്കും എന്ന് പറഞ്ഞു. ഈ സമയം നികേഷ് അങ്ങോട്ടേക്ക് വരുന്നേ. നികേഷ് വന്നു കഴിഞ്ഞപ്പോൾ അവർ രണ്ടുപേരും മുറിക്കകത്തിരിക്കുന്നു. ഇവള് കല്യാണം കഴിഞ്ഞിട്ട് എന്തിനാ പോലും വന്നേ? ഇനി പ്രശ്നമാണോ? സുഭാഷ് എൻ്റെ കൂടെ ജീവിക്കാൻ വന്നാണോ? ദൈവമേ, പണി പാളിയില്ലോ. പെട്ടെന്ന് തന്നെ സുധീഷിനെ വിളിക്കുകയാണ്. സുധീഷിനെ വിളിച്ചിട്ട് പറഞ്ഞു, സുധീഷേട്ടൻ എവിടെയാ? പെട്ടെന്ന് ഇങ്ങോട്ട് വാ, ആകെപ്പാടെ പ്രശ്നമോ. എന്താടാ? ആ സുനന്ദ കല്യാണം കഴിഞ്ഞിട്ട് ഇങ്ങോട്ടേക്ക് വന്നിട്ടുണ്ട്. വീട്ടിലേക്കോ? അതേന്നേ. ഇനിയിപ്പോൾ എന്താ ഏതാണെന്നും അറിയത്തില്ല. ഇനിയിപ്പോൾ വീട്ടിൽ നിൽക്കാനാണെന്നും അറിയില്ല എന്നൊക്കെ പറഞ്ഞു. കോള് കട്ട് ചെയ്ത് കഴിഞ്ഞപ്പോഴത്തേനും നിധി പറഞ്ഞു, അത് ചിലപ്പോൾ വല്ല യാത്ര പറയാൻ വേണ്ടി വന്നായിരിക്കും. യാത്ര പറയാനാ? അതെ, ഇങ്ങനെ ടെൻഷൻ അടിക്കേണ്ട കാര്യമില്ല എന്ന് പറഞ്ഞു. എന്നാലും എന്താ ഏതാണെന്നും അറിയത്തില്ലോ എന്ന് പറഞ്ഞു. പിന്നീട് നികേഷ് ഹരീഷിനെ വിളിക്കുകയാണ്. ഹരീഷിനെ വിളിച്ചിട്ട് പറഞ്ഞു, ഹരീഷേടം എവിടെയാ? വർക്ക്ഷോപ്പിലാണെങ്കിൽ പെട്ടെന്ന് ഇങ്ങോട്ട് വാ, ഇവിടെ സുനന്ദ വന്നിട്ടുണ്ടെന്ന് പറഞ്ഞു. നികേഷും മുറ്റത്ത് നിന്നിട്ടാണ് ഫോൺ വിളിച്ച് സംസാരിക്കുന്നത്. കാരണം വീടിനകത്തേക്ക് പോലും കയറിയില്ല. ടെൻഷനായിരുന്നു നികേഷിന് ആകെപ്പാടെ. ഇനി വല്ല പ്രശ്നം ഉണ്ടാകുമോ? ഇനി സുനന്ദ ഇങ്ങോട്ടേക്ക് വന്നതിൻ്റെ പേരിൽ സുനന്ദയുടെ വീട്ടുകാർ ഇവിടെ വന്ന് പ്രശ്നം ഉണ്ടാക്കും. സാധാരണ അങ്ങനെയല്ലേ സംഭവിക്കുന്നത്. അതൊക്കെ ഓർത്തിട്ടാണ് നികേഷ് പെട്ടെന്ന് അവരെല്ലാം വിളിക്കുന്നത്. ഒരു പ്രശ്നം ഉണ്ടായി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ സുഭാഷേണ്ണ തല്ലൊന്നും കിട്ടാൻ പാടില്ലല്ലോ. അതൊക്കെ ഓർത്തിട്ട് നികേഷ് പേടിച്ചിട്ടാണ് വിളിക്കുന്നത്. ആ സമയത്ത് സുനന്ദ സുഭാഷിനോട് പറഞ്ഞു, സുഭാഷേട്ട ഞാൻ മരിച്ചാലും മറക്കില്ല എന്നൊക്കെ പറയുന്നുണ്ട്. അപ്പോഴേക്കും സുഭാഷ് പറഞ്ഞു,
ഇനിയിപ്പോൾ അതേക്കുറിച്ചൊന്നും ചിന്തിക്കണ്ട, നല്ലൊരു ജീവിതം നിനക്ക് ഉണ്ടാവട്ടെ എന്ന് പറഞ്ഞു. പിന്നീട് സുനന്ദ പറഞ്ഞു, ഞാൻ പോയേക്കോട്ടെ സുഭാഷ് ചേട്ടാ, ഇനി വരുമ്പം കാണാം. ഞാൻ എന്തായാലും സുഭാഷ് ചേട്ടനെ കാണാൻ ഇങ്ങോട്ടേക്ക് വരും. പക്ഷെ അതിനു മുമ്പ് എനിക്കൊരു കാര്യമുണ്ട്, എൻ്റെ ഒരു ആഗ്രഹം സാധിച്ചു തരുമെന്ന് ചോദിച്ചു. എന്താ മോളെന്ന് ചോദിച്ചു. അത് പിന്നെ എനിക്ക് കാര്യം പറ, ഞാൻ അദ്ദേഹത്തെ കൂട്ടി ഞാൻ ഇങ്ങോട്ടൊന്ന് വന്നോട്ടേന്ന് ചോദിച്ചു. സുഭാഷ് ചേട്ടനെ ഒന്ന് കാണിക്കാനായിട്ട് എന്ന് ചോദിച്ചു. അല്ല എന്തിനാ അത്? അല്ല എനിക്ക് ഭയങ്കര ആഗ്രഹമുണ്ട് അശ്വിനെ ഇവിടെ കൂട്ടിക്കൊണ്ട് വരണമെന്ന്. ഒടുവിൽ സുഭാഷ് പറഞ്ഞു, അതിനെന്താ, വിളിച്ചുകൊണ്ട് പോരെ, ഒരു കാര്യം ചെയ്യാം, വൈകുന്നേരം കൂട്ടിക്കൊണ്ട് പോരാൻ പറഞ്ഞു. അത് കേട്ടപ്പോൾ സുനന്ദയ്ക്ക് സന്തോഷമായി. സുനന്ദ പറഞ്ഞു, ശരി സുഭാഷ് ചേട്ടാന്ന് പറഞ്ഞുകൊണ്ട് സുനന്ദ അങ്ങോട്ട് പോവുകയും ചെയ്തു. അപ്പോഴേക്കും നികേഷിൻ്റെ അടുത്തേക്ക് ഹരീഷും സുധീഷും ഒക്കെ വരുന്നുണ്ട്. വന്നിട്ട് ചോദിച്ചു, എന്തിയടാ അവരെന്ന് ചോദിച്ചു. ദേ അകത്ത് സംസാരിച്ചുകൊണ്ട് നിൽക്കുന്നുണ്ടായിരുന്നു പറഞ്ഞു. സുനന്ദ പോയത് നികേഷ് കണ്ടതുമില്ല. അങ്ങനെ അവരങ്ങോട്ട് കയറി വന്നു കഴിഞ്ഞപ്പോൾ സുഭാഷ് തന്നെയുള്ളൂ. അപ്പോഴേക്ക് സുധീഷ് ചോദിച്ചു, അല്ല സുഭാഷ് ചേട്ടാ, ഇവിടെ ഒരാളും കൂടെ ഉണ്ടായിരുന്നല്ലോ, ആര്? അല്ല സുനന്ദ ഇവിടെ വന്നില്ലേന്ന് ചോദിച്ചു. അവള് വരുകയും ചെയ്തു പോവുകയും ചെയ്തെന്ന് പറഞ്ഞു. പോയോ? അതെങ്ങനെ? ഒന്നും മനസ്സിലായില്ല സുധീഷിന്. അപ്പോഴേക്കും സുഭാഷ് പറഞ്ഞു, അതെ അവൾ എന്നോട് യാത്ര പറയാൻ വന്നാന്ന് പറഞ്ഞു. അപ്പോഴേക്കും നിധി പറഞ്ഞു, ഞാൻ പറഞ്ഞില്ലേ യാത്ര പറയാൻ വന്നാന്ന്, അല്ലാതെ സുനന്ദ വേറൊന്നിനും വേണ്ടി വന്നതല്ല, ഒരു പ്രശ്നമൊന്നും ഉണ്ടാക്കാൻ വന്നല്ലെന്നൊക്കെ പറയാണ്. അപ്പോൾ അതിൻ്റെ വിശേഷങ്ങളൊക്കെ നമ്മൾ കാണാൻ പോകുന്നത്. ആ വിശേഷങ്ങൾക്കായി നമുക്ക് എല്ലാവർക്കും കാത്തിരിക്കാം കേട്ടോ. ഒരിക്കൽ കൂടി എല്ലാവർക്കും ശുഭരാത്രി നേർന്നുകൊണ്ട് നിർത്തുന്നു. നന്ദി.